എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ, DPharm, അതുപോലെ തന്നെ DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾ ഓൾറെഡി നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഐഡിയോ അറിയില്ല എന്നാണെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇതിൽ പറയുന്ന പ്രകാരം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ ID എന്നിവ നൽകി റിക്കവർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇൻവാലിഡ് ഇമെയിൽ ID ഓർ DOB ഓർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് കാണുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനും രജിസ്ട്രേഷൻ ഐഡിയും ചലാൻ നമ്പറും തിരികെ റിക്കവർ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ LBS സെൻറ്ററിൻ്റെ അലോട്ട്മെൻറ്റ് വിഭാഗത്തിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് ഇവിടെ കോൺടാക്ട്സ്, അതായത് കോഴ്സസ് അല്ല കോൺടാക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തത് കാണാം. അവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു റിക്കവർ ചെയ്ത് എടുത്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില സമയത്ത് ഒരു തവണ വിളിച്ചാൽ എടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രാവശ്യം വിളിക്കുന്ന സമയത്ത്, അതായത് കുറച്ച് സമയങ്ങളുടെ ഗ്യാപ്പിലായിട്ട് നിങ്ങൾക്ക് വിളിക്കുന്ന സമയത്ത് കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് പല വിദ്യാർത്ഥികളും വിളിച്ചാൽ എടുക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ അതുകൊണ്ടാണ്. നിങ്ങൾ ഇടവേളകൾ ഇട്ടിട്ട് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇത് കണക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. രജിസ്ട്രേഷൻ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. പിന്നീട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോയ ശേഷം നിങ്ങൾക്ക് അവിടെ ആക്സെപ്റ്റഡ് ഡാറ്റയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നത് കാണാം. അതുപോലെ നിങ്ങളുടെ റിസർവേഷൻ ഡീറ്റെയിൽസ് ഒക്കെ വന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ബട്ടണിലൊക്കെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള മൈ ഫയൽസ് അല്ലെങ്കിൽ ഫയൽസ് ആപ്ലിക്കേഷൻ ഉണ്ടാകും. അത് വഴി നിങ്ങൾക്ക് പോയിട്ട് ആ ഒരു ഫോൾഡർ വഴി നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ചില സമയത്ത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഫോണിൻ്റെ ഡയറക്ടറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന്, അതായത് മൈ ഫയൽസ് എന്ന ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫയൽസ് എന്നായിരിക്കും ഓരോ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ ഏത് പേരിലാണോ ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതിനുശേഷം ഫോൾഡറിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും ആ ഒരു PDF ഓപ്പൺ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ആ ഒരു ഫയൽ പരിശോധിക്കാം. അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ലോഗിൻ ചെയ്ത പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ 3 ലൈൻസ് കാണാം. അവിടെ തന്നെയായിട്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഇൻഡെക്സ് ആൻഡ് റാങ്ക് ഡീറ്റെയിൽസ്, അത് പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു റിസർവേഷൻ കോട്ടയിലുള്ള റാങ്ക് ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. DPharmൻ്റെയും അതുപോലെ തന്നെ DHA ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും 2 സെപ്പറേറ്റ് റാങ്കുകളാണ് കാണാൻ സാധിക്കുക. ഇതിൻ്റെ റാങ്ക് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് +2 ലഭിച്ച ആ ഒരു മാർക്കിനെ, അതായത് +2 മാത്രം ലഭിച്ചിട്ടുള്ള മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ DPharmൻ്റേതാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ബയോളജിക്കോ മാത്തമാറ്റിക്സോ ഇവയിൽ ഏതിനാണ് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയത് ആ ഒരു മാർക്കാണ് ഈ ഒരു DPharmൻ്റെ റാങ്ക് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുക. അതുപോലെ തന്നെ ബയോളജി പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയുടേതാണെങ്കിൽ മാത്സിൻ്റേതായിരിക്കും മാർക്ക് പരിഗണിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 120ൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇവയിൽ നിങ്ങൾക്ക് തിയറി പരീക്ഷ, പ്രാക്ടിക്കൽ പരീക്ഷ, അതുപോലെ തന്നെ ലാബ് എന്നിങ്ങനെ ടോട്ടൽ 120ലാണ് വരിക. അപ്പോൾ ഈ ഒരു 120ൽ ടോട്ടൽ ലഭിച്ച മാർക്കിനെ 1.2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300ൽ എത്ര മാർക്ക് കിട്ടുന്നുവോ അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കായിട്ട് പരിഗണിക്കപ്പെടുന്നത്. പിന്നീട് ഓരോ വിദ്യാർത്ഥികളുടെയും ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് ആർക്കാണ് കൂടുതൽ മുൻഗണന അതനുസരിച്ച് നിങ്ങളെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി വൈസ് റാങ്ക് ഡീറ്റെയിൽസ് ആണോ, ഏതാണ് കൂടുതൽ മെച്ചപ്പെട്ട ആ ഒരു റാങ്ക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൈനോറിറ്റി കോട്ട റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം, ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ മൈനോറിറ്റി എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല വിദ്യാർത്ഥികളും. അപ്പോൾ മൈനോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കോളേജിൻ്റെയും മാനേജ്മെൻറ്റ്, അതായത് ഈ ഒരു ഓരോ കോളേജിൻ്റെയും മാനേജ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് ഈ ഒരു മൈനോറിറ്റി വിഭാഗത്തിലുള്ള, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന്, അതായത് ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിലുള്ള കോളേജ് ഉണ്ടാവും, അതുപോലെ തന്നെ മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള കോളേജ് ഉണ്ടാവും, അതുപോലെ ഈ വിഭാഗത്തിലുള്ളവരുടെ ആ ഒരു മാനേജ്മെൻറ്റിന് കീഴിലുള്ള കോളേജ് ഉണ്ടാവും, അതുപോലെ തന്നെ വിവിധ കാറ്റഗറി വിഭാഗത്തിലുള്ളവരുടെ ആ ഒരു കോളേജ് ഉണ്ടാവും, അതായത് അവർ ആ ഒരു മാനേജ്മെൻറ്റ് ആ ഒരു വിഭാഗത്തിലുള്ളവരുടേതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ ആ ഒരു നിശ്ചിത സീറ്റ്, അതായത് മൈനോറിറ്റി വിഭാഗത്തിൽ ആ ഒരു കോളേജിന് അലോട്ട്മെൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു
ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വിഭാഗത്തിൽ ഒരു റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു റിസർവേഷനിൽ വരുന്ന സീറ്റുകളാണ് മൈനോറിറ്റി സീറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിലാണോ ഏതാ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റിൽ ഒരു റിസർവേഷൻ, ആ ഒരു കോളേജിൽ ഒരു നിശ്ചിത സീറ്റിലേക്ക് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇന്ന മൈനോറിറ്റിയിൽ നിങ്ങൾക്ക് അവിടെ റിസർവേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നൽകിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് നൽകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ മൈനോറിറ്റി വിഭാഗത്തിൽ നിങ്ങൾക്ക് ഏത് മൈനോറിറ്റി വിഭാഗത്തിൽ ആണ് അർഹതയുള്ളത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഭാഗത്തിൽ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസിൽ അതായത് അർഹത ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടും. അപ്പോൾ അതിലേക്ക് പരിഗണിക്കുന്നതിലേക്കായിട്ട് മൈനോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് മൈനോറിറ്റി വിഭാഗത്തിൻ്റെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസിൽ നിങ്ങൾ ഉൾപ്പെടുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ്, അതുപോലെ തന്നെ ഡിഫാമിൻ്റെ റാങ്ക് ഡീറ്റെയിൽസിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഡിഫാമിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് lbstvpm@gmail.com എന്നുള്ള ഈ ഒരു LBSൻ്റെ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു 18-ാം തീയതി, അതായത് നാളെ വൈകുന്നേരം 5 മണിക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച ശേഷം ഈ ഒരു നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അന്നേ ദിവസം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാകുന്നതാണ്. മെയിൻ റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ചയോടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും. നിങ്ങൾ ഡിഫാമിന് മാത്രമാണ് നിങ്ങൾക്ക് അർഹതയുണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് പഠിച്ചത്, ബയോളജി നിങ്ങൾ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്കാണെങ്കിൽ ഡിഫാമിന് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. മറ്റ് കോഴ്സുകൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ അതിനോടൊപ്പം തന്നെ മാത്സും കൂടി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബയോളജി മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഫാമിനും അതുപോലെ തന്നെ DHA ആൻഡ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ റാങ്ക് ലിസ്റ്റിലാണുള്ളത്, ഡിഫാമിൻ്റെ മാത്രമാണെങ്കിൽ അതിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ DHAയുടെയും പാരാമെഡിക്കലിൻ്റെതും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ഡിഫാമിനും അതുപോലെ DHAയ്ക്കും പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ നൽകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐ ഡി പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം പിന്നീട് ഈ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത പേജിൽ ഇതുപോലെ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് അവിടെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെ പേര് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു കോളേജ് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആണോ എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഈ ഒരു എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അത് NRI സീറ്റാണോ അല്ലെങ്കിൽ ഈ ഒരു മെറിറ്റ് സീറ്റാണോ മാനേജ്മെൻറ്റ് സീറ്റാണോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് ആ ഒരു കോളേജിലെ ഫീസ് എത്രയാണ്, ആ ഒരു കോഴ്സിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ അതുപോലെ തന്നെ റിമൂവ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓപ്ഷൻ നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഗവൺമെൻറ് കോളേജായിരിക്കും ഓരോ കോളേജിൻ്റെയും ആ ഒരു ഫസ്റ്റ് ആയിട്ട് നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കോളേജ് നിങ്ങൾക്ക് ഏതാണ്, അതായത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ആ ഒരു ഓപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് 1, 2, 3 എന്നിങ്ങനെ നിങ്ങൾക്ക് നൽകിയിട്ട് ഓപ്ഷനുകൾ സേവ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഓപ്ഷൻ്റെ താഴെയായിട്ട് തന്നെ സേവ് ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ സേവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ ലിസ്റ്റഡ് ആയിട്ട് വരും. ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു നിങ്ങൾ ഓപ്ഷൻ്റെ നമ്പർ നൽകിയുള്ള ആ ഒരു അതിന് നേരെയായിട്ടുള്ള റിമൂവ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിങ്ങൾ റിമൂവ് ചെയ്ത ഓപ്ഷൻ റിമൂവ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഓപ്ഷൻ നിങ്ങൾക്ക് നൽകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ LBS സെൻറ്ററിനെ കോൺടാക്ട് ചെയ്ത് അതുപോലെ നിങ്ങളുടെ ആ ഒരു എന്താണ് പ്രശ്നം, അതുപോലെ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് LBS സെൻറ്ററിനെ നിങ്ങൾക്ക് ഇമെയിൽ മുഖാന്തരം അറിയിക്കാവുന്നതും അതുപോലെ വേണമെങ്കിൽ നേരിട്ട് വിളിച്ചിട്ട് പറയുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ പരാതികൾ എന്താണ്, അതുപോലെ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു
നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അപേക്ഷയിലെ തെറ്റുകൾ സംബന്ധിച്ചുള്ള പരാതികൾ അറിയിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഫീസിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ 7240 രൂപയാണ്, അതായത് ടോട്ടൽ ഫീസാണ് 7240 രൂപ. ഈ ഒരു പൈസ നിങ്ങൾ അടക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഒരു 10,000-ഓളം രൂപയാണ് നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത്. ബാക്കി പൈസ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് മുഴുവനായിട്ട് അടക്കേണ്ടതായിട്ട് വരും. ബാക്കി പൈസ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏകദേശം ഫീസ് വരുന്നത് ഒരു 80,000 അല്ല, ഒരു 60,000-70,000 രൂപയ്ക്ക് അടുത്താണ് ഫീസ് വരുന്നത്. കാരണം 55,000 രൂപയാണ് ഈ ഒരു ഫീസ് ഇനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 10,000 രൂപ, അങ്ങനെ ടോട്ടൽ 65,000 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ പിന്നീട് PTA ഫണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 70,000-നുള്ളിൽ തന്നെ ആ ഒരു ഫീസ് വരുള്ളൂ. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് തന്നെ അടക്കേണ്ടതായിട്ട് വരും. അത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഫീസ് വരിക. അത് ഗവൺമെൻറ് കിട്ടുകയാണെങ്കിൽ 7240 രൂപ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കണം. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ 10,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടി വരും. അതുപോലെ തന്നെ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 60,000 മുതൽ 70,000-നുള്ളിലായിട്ട് നിങ്ങൾ ഒരു ഫീസ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. കാരണം PTA ഫണ്ട്, എക്സാം അല്ല, ഹോസ്റ്റൽ ഫീസ്, ഇതുപോലെയൊക്കെ ആയിട്ട് ബാക്കി എക്സ്ട്രാ ഫീസുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കോൺടാക്ട് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് ബാലൻസ് വല്ല ഫീസൊക്കെ ഉണ്ടെങ്കിൽ അത് അടക്കേണ്ടതായിട്ടും വരുന്നതായിരിക്കും. കാരണം പല കോളേജും അഡ്മിഷൻ സമയത്ത് ഫീസ് അടച്ചാൽ മാത്രമാണ് ഈ ഒരു അഡ്മിഷൻ നൽകപ്പെടുന്നത്. കാരണം പിന്നീട് അത് ഗഡുക്കളായിട്ട് ഫീസ് അടക്കാനുള്ള സൗകര്യം കോളേജ് നൽകാറില്ല. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസായിട്ട് കൊടുക്കാനായിട്ടും പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ